രോഗങ്ങളുടെ ഭാഗമായും രോഗനിർണയത്തിൻ്റെ ഭാഗമായുമൊക്കെ വിവിധ സ്കാനിങ്ങുകൾക്ക് നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം വിധേയരാകാറുണ്ട്. എന്നാൽ ഓരോ സ്കാനിങ്ങുകളും വ്യത്യസ്തമാണ്. സ്കാനിങ്ങിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മുന്നൊരുക്കങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട DM സ്കാൻ സെന്റർ മാഹി, കേരള സ്കാൻ സെന്റർ വടകര എന്നിവയുടെ സ്ഥാപകനായിട്ടുള്ള ഡോക്ടർ ബേബി മനോജ് സംസാരിക്കുന്നത് കേൾക്കാം. സ്കാനിങ്ങിന് പോകുമ്പോൾ ഒരു രോഗി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ വളരെ നീണ്ടൊരു ഉത്തരവാണ് നമുക്ക് പറയാനുണ്ടാവുക. പ്രധാനമായും 6 കാര്യങ്ങളാണ് രോഗി സ്കാനിങ്ങിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമതായി ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനാണ്. ഡോക്ടർ ഏത് ഭാഗത്തിൽ സ്കാനിങ്ങാണ് എഴുതിയിട്ടുള്ളത്, എന്ത് തരം സ്കാനിങ്ങാണ് എഴുതിയിട്ടുള്ളത്, ഏതൊക്കെ കാര്യങ്ങളാണ് കൃത്യമായി നോക്കേണ്ടത്, ഏതൊക്കെ രോഗങ്ങളാണ് ഡോക്ടർക്ക് സംശയമുള്ളത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിൽ കൃത്യമായി എഴുതിയിട്ടുണ്ടാവും. അതിനനുസരിച്ച് സ്കാൻ ചെയ്യുമ്പോൾ സ്കാൻ റിപ്പോർട്ട് കൂടുതൽ ആക്യുറേറ്റ് ആകാനും ഇത് സഹായിക്കുന്നതായിരിക്കും. രണ്ടാമതായി മുൻപ് ചെയ്തിട്ടുള്ള സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടുകൾ, അടുത്തതായി ചെയ്തിട്ടുള്ള ബ്ലഡ് റിപ്പോർട്ടുകൾ, യൂറിൻ റിപ്പോർട്ടുകൾ, ബാക്കി ടെസ്റ്റുകൾ, ഇവയുടെ റിപ്പോർട്ടുകളെല്ലാം കൊണ്ടുവരേണ്ടതാണ്. ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ സ്കാനിങ് ഡോക്ടർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഫൈനലായിട്ടുള്ള ഒരു ഡയഗ്നോസിസ് നമുക്ക് കിട്ടാൻ അത് സഹായകരമായിരിക്കും. അടുത്തതായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്, നമ്മൾ ഒരു പ്രത്യേക സ്കാനിങ്ങിന് പോകുമ്പോൾ ധരിക്കേണ്ട വസ്ത്രങ്ങളെ പറ്റിയിട്ടും ആഭരണങ്ങളെ കുറിച്ചിട്ടുമാണ്. ഉദാഹരണത്തിന് നമ്മൾ തൈറോയിഡിൻ്റെ സ്കാനിങ്ങിന് പോകുകയാണെന്ന് കരുതുക. നമ്മൾ നെക്ലേസ്, ടൈറ്റ് നെക്ലേസ് അല്ലെങ്കിൽ ടൈറ്റായിട്ടൊരു മാല ധരിച്ചിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളവിടെ ചെന്ന് ഊരേണ്ടി വരും. ഊരാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ വിഷമമാണ്, അതിന് സമയം വെറുതെ പോകും. അതുപോലെ തന്നെ ഹൈ നെക്കുള്ളൊരു ഡ്രസ്സ് ധരിച്ച് വന്നിട്ട് തൈറോയിഡിൻ്റെ സ്കാൻ ചെയ്യാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ വിഷമമാണ്. നീണ്ട താടി ഉണ്ടെങ്കിൽ സ്കാൻ ചെയ്യാൻ പോകുന്ന സമയത്ത് തൈറോയിഡിൻ്റെ സ്കാനിങ്ങാണ് വിഷമമാണ്. അതുപോലെ വയറിൻ്റെ സ്കാനിങ്ങാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ വയറിന് ചുറ്റും മെറ്റലിൻ്റെ അരഞ്ഞാണം ധരിക്കുന്നവരാണെങ്കിൽ അത് ഊരി വെച്ച് പോകുന്നതാണ് നല്ലത്. അതുപോലെ കാലിൻ്റെ സ്കാനിങ്, ഡോപ്ലർ സ്കാനിങ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണെന്നുണ്ടെങ്കിൽ പാൻറ്റിന് പകരം മുണ്ടോ അതുപോലെ കൂടുതൽ ഈസിയായിട്ട് എക്സ്പോസ് ചെയ്യാൻ സൗകര്യമുള്ള ഏതെങ്കിലും ഡ്രസ്സ് ധരിക്കുന്നതാണ് സൗകര്യം. മൂന്നാമതായി നമ്മൾ ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം, ഈ കാര്യങ്ങളെ പറ്റിയിട്ടാണ്. സ്കാനിങ്ങുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ധാരാളം വെള്ളം കുടിച്ചിട്ട് പോകണം. അതായത് വയറിൻ്റെ അബ്ഡോമിനൽ സ്കാനിങ് ആണെന്നുണ്ടെങ്കിൽ മൂത്രസഞ്ചി നിറയാൻ വേണ്ടിയിട്ടാണ് ഇത് കഴിക്കുന്നത്. അതുപോലെ തന്നെ സ്കാനിങ് തൊട്ട് മുൻപായി ചിലപ്പോൾ ഡോക്ടർ വെള്ളം കുടിപ്പിക്കും. പാൻക്രിയാസ് ഗ്രന്ഥിയുടെ കാഴ്ച വൃത്തിയായി കാണാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. വേറെ ചില സ്കാനിങ് ആണെന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കണമെന്നില്ല. കാരണം തൈറോയിഡ് സ്കാനിങ്ങിന് വെള്ളം കുടിക്കണമെന്നില്ല, കാലിൻ്റെ ഡോപ്ലർ സ്കാനിങ്ങൾക്ക് വെള്ളം കുടിക്കണമെന്നില്ല. അതുപോലെ ഫാസ്റ്റിംഗ് വളരെ നീണ്ടൊരു ടോപ്പിക്കാണ്. പലതരത്തിലുള്ള ഫാസ്റ്റിങ്ങുകളുണ്ട്. പക്ഷേ ഡോക്ടർ എങ്ങനെയാണോ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ആ ഫാസ്റ്റിംഗ്, 4 മണിക്കൂർ ഫാസ്റ്റിംഗാണ് മിക്കവാറും സ്കാനിങ്ങുകൾക്ക് വേണ്ടി വന്നത്. പക്ഷേ ചില സ്കാനിങ്ങുകൾ മരുന്ന് കുടിച്ചിട്ടും മരുന്ന് കുടിക്കാതെയും വയറിളക്കിയിട്ട് എനിമ കൊടുത്തിട്ടൊക്കെ വളരെ വിവിധ തരങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്, ഫാസ്റ്റിംഗ് ആൻഡ് അബ്ഡോമിനൽ പ്രിപ്പറേഷൻ ചെയ്യാറുണ്ട്. അത് ഡോക്ടർ എന്ത് ചെയ്തിട്ടുണ്ടാവും, കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ടാവും. ആ രീതിയിൽ തന്നെ അത് സ്കാനിങ്ങിന് പോകുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വേറൊന്നാണ് ഫാറ്റിൻ്റെ അളവ്. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണത്തിലെ കൊഴുപ്പിനെ ദഹിപ്പിക്കുന്നത് പിത്തസഞ്ചിയിലെ പിത്തരസമാണ്. ആ സമയത്ത് നമ്മൾ കൊഴുപ്പടങ്ങിയ ഭക്ഷണം കഴിച്ചിട്ടാണ് സ്കാനിങ്ങിന് പോകുന്നതെങ്കിൽ പിത്തസഞ്ചി ചുരുങ്ങും. പിത്തസഞ്ചി ചുരുങ്ങിയാൽ പിത്തസഞ്ചിയിൽ കല്ലുകളോ പൊളിപ്പുകളോ മറ്റെന്തെങ്കിലും അസുഖങ്ങളോ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ എളുപ്പമല്ല. അപ്പോൾ ആ രീതിയിൽ പിത്തസഞ്ചിയുടെ സ്കാനിങ്ങിനാണ് നമ്മൾ പോകുന്നതെങ്കിൽ എന്ത് ചെയ്യണം, കൊഴുപ്പടങ്ങിയ ഭക്ഷണം കഴിക്കാതെ ഇരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ പിത്തസഞ്ചി സ്കാനിങ്ങിൻ്റെ സമയത്ത് നന്നായി വീർത്തിട്ടിരിക്കുകയുള്ളൂ. അതിനകത്തുള്ള എന്തെങ്കിലും പാത്തോളജി, കല്ലുകളോ പൊളിപ്പുകളോ മറ്റ് സംഗതികളോ ഉണ്ടെങ്കിൽ കൃത്യമായി കാണാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ പലപ്പോഴും വളരെ വിഷമം തോന്നാറുള്ളൊരു സംഗതിയാണ് മൂത്രത്തിന് വേണ്ടി ട്യൂബിട്ടുള്ള പേഷ്യൻസ്. ഈ മൂത്രത്തിന് വേണ്ടി ട്യൂബിട്ടുള്ള പേഷ്യൻസ് പലപ്പോഴും മൂത്രത്തിന് വേണ്ടി ട്യൂബിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടാലും പേഷ്യൻ്റ് അറിയില്ല. പേഷ്യൻ്റ് ട്യൂബിട്ടിട്ടുണ്ടാവും, ഇതിൻ്റെ ബാഗ് വസ്ത്രത്തിനുള്ളിൽ എവിടെയും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. സ്കാനിങ് കിടത്തി കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഫോളീസ് ബൾബ് കാണുന്നത്. ഈ പേഷ്യൻസ് പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പുറത്തിരുത്തി ട്യൂബ് ബ്ലോക്ക് ചെയ്ത് മൂത്രസഞ്ചി നിറയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പേഷ്യൻ്റ് വെള്ളം കുടിപ്പിക്കുന്നത്. പേഷ്യൻ്റ് വെള്ളം കുടിച്ചിട്ടുള്ള ആ കുടിച്ച വെള്ളം മുഴുവൻ ഫോളീസ് ബൾബ് കൂടി എന്ത് വന്നിട്ടുണ്ടാവും, ബാഗിൽ പോയിട്ടുണ്ടാവും. പക്ഷേ ട്യൂബ് ബ്ലോക്ക് ചെയ്തിട്ടാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മൂത്രസഞ്ചി വികസിച്ച് വരുള്ളൂ. ആ സംഗതി പല രോഗികൾക്കും അറിയാറില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, മൂത്രസഞ്ചി ഒളിപ്പിച്ച് വെച്ച് വരും. നമ്മൾ പേഷ്യൻ്റ് കിടന്നതിന് ശേഷം വീണ്ടും ബ്ലോക്ക് ചെയ്ത് മണിക്കൂറുകളോളം കാത്തിരുന്നതിന് ശേഷം വീണ്ടും സ്കാൻ ചെയ്യാൻ വേണ്ടി രണ്ടാമത് മടങ്ങി വരും. പലപ്പോഴും ഈ രോഗാവസ്ഥ കൂടുതലുള്ള രോഗികളായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം കാത്തിരിപ്പ് വളരെ ദുഷ്കരമായിരിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു ഫോളീസ് ബൾബ് മൂത്രത്തിന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി ട്യൂബിട്ടുള്ള പേഷ്യൻസിന് സ്കാനിങ്ങിന് കൊണ്ടുപോകുമ്പോൾ മൂത്രത്തിനുള്ള ട്യൂബ് ബ്ലോക്ക് ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ. അതുപോലെ ചില രോഗികൾക്ക് ഇപ്പോൾ കിഡ്നി പേഷ്യൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ കാർഡിയാക് പേഷ്യൻസ് ആണെങ്കിൽ ഒരു ദിവസം 3 ഗ്ലാസ് വെള്ളം കുടിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ 4 ഗ്ലാസ് വെള്ളം കുടിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവും.
അങ്ങനെയുള്ള ആൾക്കാരെ സ്കാനിങ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ ഡോക്ടറോട് ചോദിച്ചിട്ട് വെള്ളം കുടിക്കാമോ, ഒരു ദിവസം കുടിക്കാമോ എന്ന് അനുവാദം ചോദിച്ചിട്ട് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം വെള്ളം കൂടുതൽ കുടിച്ചിട്ട് സ്കാനിങ്ങിന് പോകണം. ഇല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് എന്ത് ചെയ്യണം, സ്കാനിങ്ങിൻ്റെ ഡോക്ടറോടും ഫോണിൽ വിളിച്ച് ചോദിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം സ്കാനിങ്ങിന് കൊണ്ടുവരാൻ. അതായത് മൂത്രസഞ്ചി നിറയാതെ വന്നിരുന്നാൽ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടിന് ക്ലാരിറ്റി കുറയും. ഇത്രയൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് വരുമ്പോൾ ചെയ്യേണ്ടത്. ഇനി ഓരോ സ്കാനിങ്ങിന് വേണ്ടി വരുമ്പോഴും അതിൻ്റേതായ പ്രത്യേകതകളെ കുറിച്ചിട്ട് നമുക്ക് ഓരോരോ എപ്പിസോഡിൽ വിശദമായി പിന്നീട് സംസാരിക്കാം.